ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തണുത്ത മരവിച്ചിരിക്കുകയാണ്. നമ്മളിത് ഇപ്പോൾ ടവർ ബ്രിഡ്ജിന്റെ അവിടെയാണ്. സൂപ്പർ ബ്രിഡ്ജ്. ഞാൻ ഫാമിലി ആയിട്ട് ആക്ച്വലി ഇവിടെ വന്നപ്പോൾ ഈ ഏരിയ തന്നെ വ്ളോഗ് എടുത്തിട്ടുണ്ട്. ഇവിടെ അശ്വിനായിട്ടുള്ള ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരു 5-10 മിനിറ്റ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഇവിടെ എടുക്കാമെന്ന് വിചാരിച്ചു. സോ ആദ്യം കോഫി, യു നീഡ് കോഫി റൈറ്റ്? അപ്പം നമ്മളിപ്പോൾ ഇവിടെ കുറേ കുട്ടി കുട്ടി കടകളുണ്ട്. അപ്പോൾ അവിടെ കോഫി മേടിക്കാൻ പോവാം. ഇഫ് ഐ എം നോട്ട് റോങ് ഇവിടെ സോവനിയേഴ്സിന്റെ മൊത്തം കട ഉണ്ടെന്ന് എൻ്റെ ഒരു ഓർമ്മ. ഞാനിവിടെ സ്ട്രോബെറി മാത്രം മേടിക്കാൻ വേണ്ടിയാ വന്നേക്കുന്നത്. നോ നത്തിങ്. സ്ട്രോബെറി മാത്രം ചോദിച്ചു, കിട്ടി. ഇതാണ് വ്യൂ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണിത്. വെടിക്കെട്ട് വ്യൂ അല്ലേ? അയ്യോ, ഈ തണുപ്പിൽ ഇതിന്റെ അടുത്ത് നിൽക്കാൻ ഭയങ്കര സുഖം. നമ്മള് ലാസ്റ്റ് ടൈം വന്നപ്പോ അമ്മ ഇവിടെ ഹോട്ട് ഡോഗ് അമ്മ ഇത് ഫ്ലേവർ വാങ്ങിച്ചു തരുമ്പോ ഞാൻ ചിക്കൻ ഹോട്ട് ഡോഗ് പറഞ്ഞു. കൊള്ളാം അല്ലേ? അതില് നമുക്ക് ഹോട്ട് ഡോഗ് മാത്രമായിട്ട് പറയാലോ, വേറെ ഫില്ലിംഗ് ഇല്ലാതെ. സോസ് മാത്രം മതി, വേറെ ഫില്ലിംഗ് വേണ്ട. ഒന്നും ചിലപ്പോ ഇഷ്ടപ്പെടും. എന്റെ അല്ല. അങ്ങനെ ഹോട്ട് ഡോഗ് മേടിച്ചിട്ട് ഇരിക്കാനുള്ളൊരു സ്ഥലം കണ്ടുപിടിച്ച് തണുത്തു മരിച്ചു. അല്ല, ഇരിക്കാനുള്ളൊരു സ്ഥലം. ഇത് രാത്രിയുള്ള വ്യൂ. രാത്രി ഒരു അരമണിക്കൂർ ഫോട്ടോ എടുത്ത് തരുമോ? അവിടെ കുറെ ചേട്ടന്മാര് ചേച്ചിമാരുണ്ട്, അവരെ പിടിച്ച് മാറിത്തരട്ടെ. ഇഷ്ടംപോലെ ഉണ്ട്. ടവർ ബ്രിഡ്ജ് എവിടെയും പോകത്തില്ല. ഒരു വിന്റേജ് വാച്ച് എടുത്തല്ലേ നീ? വിന്റേജ് വാച്ചിന്റെ കടകളാണ്. നമുക്കത് ഓൺലൈനൊക്കെ കാണാൻ കിട്ടും. ചിലത് ത്രിഫ്റ്റ് ആയിട്ട് വിൽക്കുന്നത്. ത്രിഫ്റ്റ് ആണ്, പലരും യൂസ് ചെയ്ത വാച്ചാണ്. ചിലതിൻ്റെ ഒന്നും ബാറ്ററി ഇല്ല. നമ്മുടെ നാട്ടിൽ കൊണ്ട് ബാറ്ററി ഫിക്സ് ചെയ്യണം. പക്ഷെ എന്നാലും ഈ ലുക്കിലെ വാച്ച് നമ്മളവിടെ കിട്ടത്തില്ല. ഈ ഏരിയയിൽ കറണ്ടൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ പല കടയിലായിട്ട് ഇങ്ങനെ കറണ്ട് ഇല്ലാത്ത വ്ളോഗ് എടുത്ത് നടക്കുവാണ്. നമ്മൾ ഇത്രയും നടന്നു, പക്ഷേ ഇവിടെ സോവനിയേഴ്സ് കണ്ടില്ല. നമുക്കിനി കുറച്ച് അങ്ങോട്ട് നടക്കാം. ഇവിടുത്തെ മൊത്തം കറണ്ട് എനിക്ക് തോന്നുന്നു ടവർ ബ്രിഡ്ജ് എടുത്തു. അവിടെ ഇത് വീണ്ടും തീറ്റി സാധനങ്ങൾ എത്തിയല്ലോ. ഏയ് മിണ്ടായി. വിന്റേജ് സാധനങ്ങളുടെ കടയിൽ ചുമ്മാ ഒന്ന് കയറിയതാ. 15,000 റുപ്പീസായി. പക്ഷെ കുഴപ്പമില്ല. വിന്റേജ് വാച്ചും പിന്നെ കുറച്ച് അത്യാവശ്യം ക്യൂട്ടായിട്ടുള്ള ഇയറിങ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ തിരിച്ച് റൂം എത്തിയിട്ട് കാണിച്ചു തരാം. ഇവിടുത്തെ അശ്വിന്റെ അങ്ങോട്ട് ടീഷർട്ട്സ് ആണെന്ന് തോന്നുന്നു. ആ കാണുന്നത് ആണെന്ന് തോന്നുന്നു കേട്ടോ, അറിയില്ല. ഓ വാവ്, ലുക്ക് അറ്റ് ദാറ്റ്. മരവിച്ച് കുറച്ച് സമാധാനം കിട്ടാൻ നമ്മൾ തൊട്ടടുത്തൊരു ഇവിടെ പ്രെറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ചെറിയൊരു നമ്മുടെ നാട്ടിലൊരു സുപ്രീമൊക്കെ പോലെ. അവിടെ ചെറിയ ചൂട് സാധനം. ഇത് വലിയ എനിക്ക് ഇഷ്ടപ്പെട്ടല്ല, ചൂടുള്ളതുകൊണ്ട് മേടിച്ചെടുക്കും. കയ്യൊക്കെ ഇപ്പോഴും മരവിച്ചിരിക്കാം. ഇവിടെ ഇവന് ബ്രൗൺ ഷുഗർ തുറക്കാൻ പോലും പറ്റുന്നില്ല. നമ്മുടെ ഊബർ ഇപ്പം എത്തും 8 മിനിറ്റ്. അതിന് മുന്നേ ഹൈ സ്പീഡിൽ തിന്നണം. ഊബർ എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ ഏരിയ എത്തിയിട്ട് കുറച്ച് നേരം ഒന്ന് അകത്ത് കയറി ഒന്നിരുന്നിട്ട് നമുക്ക് താഴെ സോവനിയറിന്റെ കട വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ ഇതില്ലായിരുന്നു. ഉണ്ടോ? എന്നാൽ അത് നോക്കിയിട്ട് നമുക്ക് മേളിൽ പോകണം. കാരണം ഒരുപാട് പാക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ പോയിട്ട് തിരിച്ചെത്തി. ഇടയിൽ വ്ളോഗ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അത്രയ്ക്ക് മരവിപ്പായിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് ഇന്നലെ അഞ്ജലിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ അഞ്ജലി ചിക്കൻ കറി വെച്ച് നമ്മളെ അങ്ങ് കൊതിപ്പിച്ച്. അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് വീണ്ടും ചിക്കൻ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ ഒരു തമിഴ്നാട് ശ്രീലങ്കൻ കട എങ്ങാണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കിട്ടിയ പക്ക ഒരു നമ്മുടെ ഒരു ഇന്ത്യൻ മസാല, ഒരു ഏഷ്യൻ മസാല വരുന്ന പോലത്തെ ചിക്കൻ പൊടിയൊന്നും കിട്ടിയില്ല. നമ്മൾ ഇവിടുത്തെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വെച്ചൊരു അഡ്ജസ്റ്റ്മെന്റ് അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കി. സാധനം ടേസ്റ്റ് സൂപ്പറായിട്ടുണ്ട്. പക്ക ഇന്ത്യൻ അല്ല, പക്ഷെ എന്നാലും എവിടെയോ ഒരു വെസ്റ്റേൺ ഇന്ത്യൻ സാധനം പോലെ ഉണ്ട്. അശ്വിനാണ് ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് തന്നതും അത് മസാല മിക്സ് ചെയ്ത് തന്നതും ഒക്കെ. ബാക്കി സാധനം അല്ലറ ചില്ലറയൊക്കെ ഞാൻ ചെയ്തു. അശ്വിനാണ് ഉള്ളി വെട്ടിയതും. അപ്പൊ അശ്വിൻ ബാക്കി ഞാൻ ഏറ്റവും കൂടുതൽ വെച്ചിട്ട് ഇപ്പൊ അശ്വിൻ സിനിമ കണ്ടോണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നും കൂടെ ഇവിടെ ഉള്ളൂ. ലാസ്റ്റ് ഡേ ആണ്.
കഴിക്കാൻ റെഡി ആയാ? ഓ യെസ് ആയാ ഓൾമോസ്റ്റ്. കറി നല്ല തിക്കായി. താമ നോക്ക്, ഓ നല്ല തിക്ക് കറിയായി. പാത്രം പിടിച്ചോണ്ടേ കറക്കാവേ. കുറച്ച് തിക്കായിട്ടല്ലേ? ജീവൻ തിക്കാവണോ? അല്ല വെന്ത ചിക്കൻ വെന്താന്നാ തോന്നുന്നത് കണ്ടിട്ട്. സ്കീപ്പ് ഇപ്പോൾ 2 more minutes and we'll take. ഓക്കെ. അങ്ങനെ അടിപൊളിയായിരുന്നു മീല്. അശ്വിൻ എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു മീല്. സോ നമുക്ക് കുറച്ച് നേരം കൂടെ ഉള്ളൂ ഒന്ന് റെസ്റ്റ് എടുക്കാൻ. നമുക്കൊരു 4 മണിയാകുമ്പോൾ ക്യാബ് വരും. ഇപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് ഒരു 10-10:30 ആയി രാത്രി. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നു. ഫുഡ് കഴിച്ചു, കുറച്ച് നേരം ഒന്ന് മയങ്ങാം എന്ന് വിചാരിച്ചു. അതാകുമ്പോൾ 2 hours എങ്കിലും സ്ലീപ്പ് കിട്ടിയ ഒരു ഇച്ചിരി എനർജറ്റിക്കാണ്. അപ്പോൾ അശ്വിൻ്റെ ഫോണിൽ നമ്മൾ ഒരു കുറച്ച് നേരം അലാം വെച്ചിട്ട് കിടന്നിട്ട് ഒരു 4-5 മണിക്കൂർ നമുക്ക് കിടക്കാൻ ടൈമുണ്ട്. ഇപ്പം കിടക്കുവാണെന്നുണ്ടെങ്കിൽ അല്ലേ അശ്വിൻ? അല്ല അത്രയും ഇല്ല, 11 ഒരു 11:30, 12:30, 1:30, 2:30 ഒരു 4 മണിക്കൂർ കിടക്കാം. 4 മണിക്കൂർ കിടക്കാനുള്ളൊരു അലാമും വെച്ചിട്ട് പിന്നെ ഒന്ന് എണീച്ച് ഓട്ടിച്ചിട്ടൊന്ന് നോക്കണം ഇവിടെ എന്തെങ്കിലും എടുത്തു വെക്കാനുണ്ടോ എന്നുള്ളതും കൂടെ നോക്കിയിട്ട് നമുക്ക് ഒരു ലാസ്റ്റ് മിനിറ്റ് ഒരു ഓട്ടം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വ്ളോഗ് ഒരു ക്വിക്ക് വ്ളോഗായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. സീ യു ഓൾ സൂൺ ഓൺ മൈ നെക്സ്റ്റ് വ്ളോഗ്. ടിൽ ദെൻ, ബൈ.